എന്താണ് ബ്ലഡ് മണി? എന്തിനാണ് ഇന്ത്യ നിമിഷപ്രിയയെ വധശിക്ഷയിൽ നിന്നും മോചിപ്പിക്കുന്നതിന് വേണ്ടി ചർച്ചകൾ നടത്തുന്നത്? നോക്കാം. യമനിലെ ക്രിമിനൽ ലോ പൂർണ്ണമായും ഇസ്ലാമിക് ഷെറിയ ലോയിലും അവരുടെ കസ്റ്റം പ്രാക്ടീസസിലും ബേസ് ചെയ്താണ് ഇരിക്കുന്നത്. ക്യാപിറ്റൽ ക്രൈംസ് ആയിട്ടുള്ള മർഡർ, റേപ്പ് എന്നിവ കമ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ വധശിക്ഷയാണ് നോർമൽ ആയിട്ടുള്ള പണിഷ്മെന്റ്. യമനിലെ ക്രിമിനൽ ലോ പ്രകാരം വധശിക്ഷ നടപ്പിലാക്കാൻ വേണ്ടി അപ്ലൈ ചെയ്യുന്ന രണ്ട് പ്രിൻസിപ്പിളാണ് ഖിസാസ് ഓർ ദിയ എന്ന് പറയുന്നത്. ഖിസാസ് എന്ന് പറഞ്ഞാൽ ഐ ഫോർ ആൻ ഐ, അഥവാ കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന് പറയുന്നത് പോലെ വിക്ടിമിനും വിക്ടിമിന്റെ ഫാമിലിക്കും ഉണ്ടായ നഷ്ടത്തിന് ആനുപാതികമായിട്ടുള്ള പണിഷ്മെന്റ് അഥവാ വധശിക്ഷ. വധശിക്ഷ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് വിക്ടിമിന്റെ ഫാമിലിക്ക് കോടതിയെ ഇൻസിസ്റ്റ് ചെയ്യാൻ അഥവാ നിർബന്ധിക്കാനുള്ള അവകാശമുണ്ട്. രണ്ടാമത്തേതാണ് ദിയ ഓർ ബ്ലഡ് മണി എന്ന് പറയുന്നത്. ഒരു മോണിറ്ററി കോമ്പൻസേഷൻ വിക്ടിമിന്റെ ഫാമിലിക്ക് നൽകിക്കൊണ്ട് വധശിക്ഷയിൽ നിന്നും പൂർണ്ണമായും മുക്തി നേടാനോ ശിക്ഷയുടെ കാലാവധി കുറച്ചെടുക്കാനോ സാധിക്കും. ഈ മോണിറ്ററി കോമ്പൻസേഷൻ വിക്ടിമിന്റെ ഫാമിലി പൂർണ്ണമായും അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ വധശിക്ഷയിൽ നിന്നും റിലീസ് ആവാനും, ഭാഗികമായാണ് അക്സെപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ശിക്ഷയുടെ കാലാവധി കുറച്ചു കിട്ടുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ വധശിക്ഷ നടപ്പിലാക്കുന്നതിലെ അന്തിമ തീരുമാനം വിക്ടിമിന്റെ ഫാമിലിയുടേതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യ എന്തിനാണ് ഇതിലൊക്കെ ഇടപെടുന്നത്? നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം എബ്രോഡ് താമസിക്കുന്ന ഇന്ത്യൻ സിറ്റിസൺസിന്റെ വെൽബീയിങ് എൻഷുർ ചെയ്യേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു ഒബ്ലിഗേഷൻ കൂടിയാണ്. അതിനുവേണ്ടിയിട്ടാണ് എംബസി, കോൺസുലേറ്റ്സ് ഒക്കെ മറ്റു രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നത്. രാജ്യങ്ങൾ തമ്മിലുള്ള ഡിപ്ലോമാറ്റിക് ബന്ധം, മനുഷ്യാവകാശങ്ങൾ, ഇന്റർനാഷണൽ ക്രൈംസ്, ട്രേഡ്, വാർ എന്നിവ കണക്ട് ചെയ്യുന്നത് പബ്ലിക് ഇന്റർനാഷണൽ ലോ ബേസ് ചെയ്തിട്ടാണ്. ഇവിടെ നിമിഷപ്രിയയുടെ കേസ് പരിശോധിച്ചാൽ മനസ്സിലാവും, ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള ആള് എബ്രോഡ് പോയി ഒരു ക്രൈം കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഡയറക്റ്റ് ആയി മറ്റൊരു രാജ്യത്തിന്റെ ജുഡീഷ്യൽ പ്രൊസീഡിംഗ്സിൽ ഇന്റർഫയർ ചെയ്യാൻ സാധിക്കില്ല. ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള ആള് എബ്രോഡ് അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അറസ്റ്റ് വിവരം എംബസി അറിയിക്കുകയും വേണമെങ്കിൽ കോൺസുലേറ്റിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ലീഗൽ എയ്ഡ് പ്രൊവൈഡ് ചെയ്യാനും സാധിക്കും. ഡയറക്റ്റ് ആയിട്ട് ഇന്റർഫയർ ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് അഥവാ ഡിപ്ലോമാറ്റിക് ആയിട്ട് ജുഡീഷ്യൽ പ്രൊസീഡിംഗ്സിലേക്ക് ഇന്ത്യക്ക് ഇന്റർവ്യൂ ചെയ്യാൻ സാധിക്കും. പക്ഷെ എപ്പോഴൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ട അഥവാ കുറ്റവാളിയായിട്ടുള്ള വ്യക്തിക്ക് ഏതെങ്കിലും തരത്തിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലോ, ഇനി സ്ത്രീ ആണെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള എക്സ്പ്ലോയിറ്റേഷൻ, അബ്യൂസിന് വിധേയമായിട്ടുണ്ടെങ്കിലോ, ഇൻഹ്യൂമൻ ആയിട്ടുള്ള ട്രയൽ ആണെങ്കിലോ, ഇൻഹ്യൂമൻ ആയിട്ടുള്ള പണിഷ്മെന്റ് ആണെങ്കിലോ ഒക്കെ മാത്രമേ ഇടപെടാൻ സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രാക്ടീസസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലെമൻസി അപ്പീൽ ചെയ്യാൻ സാധിക്കും. ക്ലെമൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വധശിക്ഷയിൽ നിന്നും പൂർണ്ണമായി റിലീസ് ചെയ്യപ്പെടാനോ ശിക്ഷാവിധിയിൽ കുറവ് ലഭിക്കാനോ സാധിക്കും. അതിന്റെ ഒരു ഉദാഹരണമാണ് യമൻ പോലുള്ള കൺട്രീസിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ദയ പോലുള്ള പ്രാക്ടീസസ്. ഇസ്ലാമിക് കൺട്രീസിൽ മാത്രമല്ല, വിയന്ന കൺവെൻഷൻ ഓൺ കോൺസുലർ റിട്ടേൺസ് 1963 പ്രകാരം ഇന്ത്യക്ക് മറ്റു രാജ്യങ്ങളിലും ഡിപ്ലോമാറ്റിക്കലി ഇടപെടാൻ സാധിക്കും.